എന്നുണ്ടല്ലോ നമുക്കിതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മിനി ബുക്ക് ഉണ്ടാക്കാം കേട്ടോ. A4 യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് A4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ A4ഉം ഇതുപോലെ മടക്കി നിവർത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതിന് ഈ ഒരു ഇതിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി സിമ്പിളായിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഓരോന്നും മടക്കി കൊടുക്കുകയാണ്. ഇത്ര മാത്രമാണ് കേട്ടോ. നമ്മൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോന്നും അതുപോലെ നല്ല രീതിയിൽ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വല്ല കറക്ഷൻസും കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് ഒരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നെക്സ്റ്റായിട്ട് നമ്മുടെ ബുക്ക് ബൈൻഡ് ചെയ്യില്ലേ, ആ ഒരു ഏരിയയിലായിട്ട് നമുക്കൊരു ഫെവിഗ്ലൂ യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഫെവിഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ ഈ ബുക്കിനൊരു ചട്ടയും കൂടെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്രിഡ് ലൈനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ബുക്ക് ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിനി ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2025 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്താൽ അങ്ങനത്തെ പല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിനും ഈ ഒരു മിനി ബുക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.